നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ തീരുമാനം. മന്ത്രിയുടെയും എംപിയുടെയും എംഎൽഎയുടെയും സാന്നിധ്യത്തിൽ ചേർന്ന യോഗമാണ് ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തത്. നീറ്റ് UGC പരീക്ഷാ ക്രമക്കേട് കോടതിയുടെ മേൽനോട്ടത്തിൽ CBI അന്വേഷിക്കണമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. വിഷയത്തിൽ പ്രതിപക്ഷം കൂട്ടായി ആലോചിച്ച് തുടർ നടപടി സ്വീകരിക്കുമെന്നും KC വേണുഗോപാൽ. പമ്പയാറ്റിൽ ആവേശമെതറി ചരിത്ര പ്രസിദ്ധമായ ചമ്പക്കുളം മൂലം വള്ളംകളി. 6 ചുണ്ടൻ വള്ളങ്ങൾ ഉൾപ്പെടെ 8 വള്ളങ്ങൾ ജലോത്സവത്തിൽ മാറ്റുരച്ചു. വാർത്തകൾ വിശദമായി. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ ദുരവസ്ഥ പരിഹരിക്കാൻ തീരുമാനം. മന്ത്രിയുടെയും MPയുടെയും MLAയുടെയും കളക്ടറുടെയും സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമായത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ പ്രവർത്തനത്തെക്കുറിച്ച് നിരന്തരമായി ഉയർന്ന പരാതിയുടെ പശ്ചാത്തലത്തിലാണ് ആശുപത്രി വികസന സൊസൈറ്റി യോഗം ചേർന്നത്. ആലപ്പുഴയുടെ ചുമതലയുള്ള മന്ത്രി P. പ്രസാദ്, KC വേണുഗോപാൽ MP, H. സലാം MLA, ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്, ആശുപത്രി സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള ചുമതലക്കാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ഒരു രോഗി ഒരു കാര്യത്തിൽ വന്ന് ഈ ചികിത്സാ സമയത്ത് തന്നെ ഈ പറയുന്ന നമ്മുടെ ഈ സ്കാനിങ്ങുകളും മറ്റും നടത്താൻ പറ്റുമോ? അത് നടത്താൻ ഓവർലോഡാണ് ഇല്ലെന്ന് പറയുന്നത്. അതിന് നമുക്ക് കൂടുതൽ താൽക്കാലിക ജീവനക്കാരെ ടെക്നീഷ്യന്മാരെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ? ആ കാര്യത്തെക്കുറിച്ചാണ് ആലോചിക്കേണ്ടത്. അത്തരം പ്രപ്പോസലാണ് HDS മുമ്പാകെ വരേണ്ടത്. അതിനാവശ്യമായ ചെലവുകൾ എന്താണ്, ഇന്ന സമയത്ത് ചെയ്യാൻ പറ്റും നമുക്ക്. ഇങ്ങനൊരു കാര്യം പറയാതെ എങ്ങനെയാണ് നമ്മൾ ഓരോ പ്രാവശ്യവും വന്നിട്ട് അടുത്ത പ്രാവശ്യം നമ്മൾ വീണ്ടും ഇതേപോലെ ഒരു തനിയാവർത്തനം പോലെ പോയിട്ട് ഒരു കഥയുമില്ല. അപ്പോൾ ആ HDS മീറ്റിംഗിൽ ഗൗരവം തന്നെ നമുക്ക് പറഞ്ഞു. കുറേ നമ്മൾ പരാതി പറയുന്നു, അതിന്റെ ഒരു വിശദീകരണം നടത്തല്ലേ. എന്തുകൊണ്ടാണ് ചികിത്സാ സമയത്ത് തന്നെ നമുക്ക് ഈ സ്കാനിങ് പോലുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാൻ പറ്റുമോ? അങ്ങനെ പറ്റണമെങ്കിൽ ഇപ്പോൾ ഒരുപാട് പേർ പെൻഡിങ്ങിൽ നിൽക്കുകയായിരിക്കും. എന്താണ് ഒരു പോംവഴിയായി ചെയ്യാൻ പറ്റുക? നിലവിലുള്ള ആശുപത്രിയിൽ പരിഹരിക്കപ്പെടേണ്ട വിവിധ വിഷയങ്ങൾ യോഗം ചർച്ച ചെയ്തു. ആവശ്യമായ തീരുമാനങ്ങളെടുത്ത് 3 മാസത്തിലൊരിക്കൽ ആശുപത്രി വികസന സമിതി യോഗം ചേരും. ജീവനക്കാരുടെ കുറവ് പരിഹരിക്കും. കെട്ടിടങ്ങളുടെ പോരായ്മ വേഗത്തിൽ പരിഗണിക്കുന്നതിന് കളക്ടർ കൺവീനറായി കമ്മിറ്റി രൂപീകരിക്കും. മരുന്ന് ക്ഷാമം പരിഹരിക്കാനുള്ള നടപടികളും സ്വീകരിക്കും. ആശുപത്രിയിലുണ്ടായ മരണങ്ങളെക്കുറിച്ച് അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. റിപ്പോർട്ട് ലഭിച്ചാൽ നടപടിയെടുക്കും. തുടങ്ങിയ കാര്യങ്ങൾ യോഗത്തിൽ തീരുമാനമായി. ടൈം ന്യൂസ്, ആലപ്പുഴ. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ ദുരവസ്ഥ പരിഹരിക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങളാണ് യോഗത്തിൽ ഉയർന്നു വന്നത്. ഇതിനാവശ്യമായ നിർദ്ദേശങ്ങളാണ് താനും നൽകിയിട്ടുള്ളതെന്ന് യോഗത്തിന് ശേഷം KC വേണുഗോപാൽ മാധ്യമങ്ങളോട് പറഞ്ഞു. മരുന്ന് ക്ഷാമം ഏറ്റവും രൂക്ഷമാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എല്ലാവരും പറയുന്നുണ്ട്. അത് ഞങ്ങൾ ശക്തമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് എന്താണ് വേണമെന്നുള്ളത് ഗവൺമെൻറ് തലത്തിൽ ഇടപെടൽ ഉണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പുവരുത്തിയിട്ടുണ്ട് ഇക്കാര്യത്തിൽ. അതുപോലെ തന്നെ ഇവിടെ ഉണ്ടായ അന്വേഷണ സംഭവങ്ങൾ 3 കേസുകൾ ഉണ്ടായിട്ടുണ്ട്. അതിന് അന്വേഷണ റിപ്പോർട്ടുള്ളതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പറ്റും. പക്ഷേ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അത് ഇവിടുത്തെ ആശുപത്രിയുമായി ബന്ധപ്പെട്ട കുറേയേറെ പ്രശ്നങ്ങൾ ഉള്ളതാണ് ജെന്യൂനായിട്ടുള്ള പ്രശ്നങ്ങൾ. എന്തായാലും ആ കമ്മീഷൻ റിപ്പോർട്ടുകൾ അടിയന്തരമായി പുറത്തു കൊണ്ടുവന്ന് ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ആ റിപ്പോർട്ടുകൾ പുറത്തു വരാൻ ആവശ്യമായിട്ടുള്ള നടപടി അടിയന്തരമായിട്ട് സ്വീകരിക്കുകയും അതിനകത്ത് ഏതെങ്കിലും കുറ്റക്കാരുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കണം. ഡിസിപ്ലിൻ സ്ട്രിക്റ്റായിട്ടുണ്ടാകണം ആശുപത്രിക്കകത്ത്. അതുപോലെ തന്നെ രോഗികൾക്ക് കൃത്യമായ വിവരം കൊടുക്കാൻ സംവിധാനം ഉണ്ടാകണം. ഇത്തരം കാര്യങ്ങളാണ് പൊതുവായിട്ട് ചർച്ച ചെയ്തത്. നീറ്റ് UGC പരീക്ഷാ ക്രമക്കേട് കോടതിയുടെ മേൽനോട്ടത്തിൽ CBI അന്വേഷിക്കണമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. പ്രതിപക്ഷ പാർട്ടികൾ ഇത് സംബന്ധിച്ച് ആലോചിച്ച തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും KC വേണുഗോപാൽ ആലപ്പുഴ പ്രസ് ക്ലബ്ബിൽ ചേർന്ന മുഖാമുഖം പരിപാടിയിൽ പറഞ്ഞു. കേരളത്തിൽ അവർ സ്ട്രാറ്റജി മാറ്റിയിട്ടാണ് പലപ്പോഴും കാണിക്കാറുള്ളത്. അത് മനസ്സിലാവുന്നവർക്കറിയാം. അപ്പോൾ അവരുടെ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് അവർ ആ ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ഈ ഇലക്ഷന് മുൻപും ഈ ഇലക്ഷനും ആ സ്ട്രാറ്റജിയിലേക്ക് ജനങ്ങൾ ആകർഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ പൂർണ്ണമായും കുറ്റപ്പെടുന്നതിനകത്ത് അർത്ഥമില്ല. അതിനുള്ള വേദി ഒരുക്കി കൊടുക്കുന്നതിൽ നമുക്കെന്തെങ്കിലും പരാജയം പറ്റിയിട്ടുണ്ടോ എന്ന് ആത്മപരിശോധനയാണ് രാഷ്ട്രീയ പാർട്ടികൾ നടത്തേണ്ടത്. കോൺഗ്രസ് നടത്താൻ തയ്യാറാണ്. നമ്മുടെ പ്രവർത്തനത്തിൻ്റെ ശൈലിയുടെ ഭാഗമായിട്ട് ഏതെങ്കിലും തരത്തിൽ വോട്ട് ചോർച്ച ഉണ്ടാകുന്നുണ്ടോ, കറക്റ്റ് ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ? അതൊരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ പൊളിറ്റിക്കൽ എക്സസൈസാണ്. CPM ചെയ്യുന്ന അതല്ല. അവരുടെ യഥാർത്ഥ കാരണങ്ങളൊന്നും പുറത്തു പറയാതെ അതിനെക്കുറിച്ച് ഒരു അക്ഷരം ചർച്ച ചെയ്യാതെ അന്ധൻ ആനയെ തപ്പുന്നത് പോലെ ഇപ്പോൾ തപ്പിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് കാരണം എന്നുള്ളത്. അപ്പോൾ അത്തരം വിലയിരുത്തലുകൾക്ക് അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യം മാത്രമേ കാണേണ്ട കാര്യമുള്ളൂ. പരീക്ഷയിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്ന് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് KC വേണുഗോപാൽ ചൂണ്ടിക്കാട്ടി. കോടിക്കണക്കിന് വിദ്യാർത്ഥികൾ ആശ്രയിക്കുന്ന പരീക്ഷയെ സംബന്ധിച്ച് പുറത്തുവരുന്ന വിവരങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ്. സർക്കാർ നടത്തുന്ന പരീക്ഷകളുടെ വിശ്വാസ്യത തന്നെ നഷ്ടപ്പെട്ടു.
വിഷയത്തിൽ പ്രധാനമന്ത്രി മൗനം പാലിക്കുകയാണെന്നും CBI മാത്രം അന്വേഷിച്ചാൽ എവിടെയും എത്തില്ല എന്നും അന്വേഷണം ഉണ്ടാകുന്നതുവരെ കോൺഗ്രസ് ഇക്കാര്യം ആവശ്യപ്പെടുമെന്നും മന്ത്രിയെ കൊണ്ട് ലോക്സഭയിൽ തന്നെ കണക്ക് പറഞ്ഞ് ഉത്തരം പറയിപ്പിക്കുമെന്നും KC വേണുഗോപാൽ അഭിപ്രായപ്പെട്ടു. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയുണ്ടായതിന്റെ യഥാർത്ഥ കാരണം CPM ചർച്ച ചെയ്യുന്നില്ല. തെറ്റുപറ്റിയ കാര്യങ്ങളിൽ തിരുത്തലുകൾ വരണം. ഇതൊന്നും ചർച്ച ചെയ്യാതെ അന്ധൻ ആനയെ തപ്പുന്നത് പോലെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് CPM. കേരളത്തിൽ BJPക്ക് കടന്നുവരാൻ വേദിയൊരുക്കിയതിൽ പരാജയം സംഭവിച്ചിട്ടുണ്ടോ എന്ന ആത്മപരിശോധന രാഷ്ട്രീയ പാർട്ടികൾ നടത്തണം. കോൺഗ്രസ് അതിന് തയ്യാറാണ്. സർക്കാരിലും പാർട്ടിയിലുമുള്ള വിശ്വാസക്കുറവ് വലിയ വിഭാഗം CPM പ്രവർത്തകരിൽ മടുപ്പുണ്ടാക്കി. BJPക്ക് സ്വാധീനമുണ്ടാകാൻ കാരണം ഏതെങ്കിലും ഒരു ജാതിയിൽ ഒതുങ്ങി നിൽക്കുന്നതാണെന്ന് തോന്നുന്നില്ല. സമുദായ നേതാക്കൾക്ക് അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ എല്ലാ ദിവസവും അവരുടെ അഭിപ്രായങ്ങൾക്ക് പ്രതികരിക്കേണ്ടതല്ല ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാട്. വിഷയം പാർട്ടി പരിശോധിക്കുന്നതിനാൽ കാടടച്ച് വെടിവെക്കാൻ കോൺഗ്രസ് തയ്യാറല്ലെന്നും KC വേണുഗോപാൽ പറഞ്ഞു. പ്രോടൈം സ്പീക്കർ സ്ഥാനം നൽകാതെ കൊടിക്കുന്നിൽ സുരേഷിനെ ഒഴിവാക്കിയതിൽ കോൺഗ്രസ് പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ നേതൃസ്ഥാനം സംബന്ധിച്ച് പാർലമെന്റ് തുടങ്ങുന്നതിന് മുമ്പ് അറിയിക്കാമെന്നാണ് രാഹുൽ ഗാന്ധി ഉറപ്പു നൽകിയിരിക്കുന്നത്. വയനാട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ പിന്തുണയ്ക്കണമെന്ന് LDFനോട് ഔദ്യോഗികമായി പറയാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും KC വേണുഗോപാൽ വ്യക്തമാക്കി. ടൈം ന്യൂസ്, ആലപ്പുഴ. പമ്പയാറ്റിൽ ആവേശം വിതറി ചരിത്ര പ്രസിദ്ധമായ ചമ്പക്കുളം മൂലം വള്ളംകളി. 6 ചുണ്ടൻ വള്ളങ്ങൾ ഉൾപ്പെടെ 8 വള്ളങ്ങളാണ് മത്സരിച്ചത്. ഇപ്പോൾ ഏത് വള്ളമാണ് മുന്നിൽ, ഏത് വള്ളമാണ് പുറകിലെന്ന് പറയുവാൻ ഞങ്ങൾക്ക് യാതൊരു നിർവാഹമില്ല. ഇതാ 2ാം ട്രാക്കിലൂടെ കടന്നു വരുന്ന ആ പച്ച ജേഴ്സി അണിഞ്ഞ ആ കരുമാടിക്കുട്ടന്മാർ ഉന്നത്ര പുറകിലാണെന്ന് തോന്നുന്നു. അങ്ങനെ വളരെ ജില്ലയിലെ ജലോത്സവങ്ങൾക്ക് തുടക്കം കുറിച്ച ചമ്പക്കുളം മൂലം ജലോത്സവത്തിൽ ആയാപറമ്പ് വലിയ ദിവാൻജി രാജപ്രമുഖൻ ട്രോഫി നേടി. ആലപ്പുഴ ടൗൺ ബോട്ട് ക്ലബ്ബ് ആയാപറമ്പ് വലിയ ദിവാൻജിയും കൈനകരി UBC ആയാപറമ്പ് പാണ്ടിച്ചുണ്ടൻ, ആലപ്പുഴ ടൗൺ ബോട്ട് ക്ലബ്ബ് ആയാപറമ്പ് വലിയ ദിവാൻജിയിലും കൈനകരി UBC ആയാപറമ്പ് പാണ്ടി പുത്തൻ ചുണ്ടനിലും, കുമരകം NCDC ബോട്ട് ക്ലബ്ബ് ചമ്പക്കുളം ചുണ്ടനിലും, പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് സെന്റ് ജോർജ് ചുണ്ടനിലും, കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബ് നടുഭാഗം ചുണ്ടനിലും, കൊല്ലം ജീസസ് ബോട്ട് ക്ലബ്ബ് ചെറുതന ചുണ്ടനിലും മത്സരിച്ചു. ചുണ്ടൻ വള്ളത്തിനൊപ്പം പുന്നത്ര പുരയ്ക്കൽ PG കരിപ്പുഴ എന്നീ വെപ്പ് B ഗ്രേഡ് വള്ളങ്ങളും ഇത്തവണത്തെ ജലോത്സവത്തിൽ മത്സരത്തിനുണ്ടായിരുന്നു. ശനിയാഴ്ച 2:10 തോമസ് K. തോമസ് MLA ഉദ്ഘാടനം ചെയ്ത മത്സരം വൈകിട്ടോടെ സമാപിച്ചു. സമാപന സമ്മേളനത്തിൽ അലക്സ് വർഗീസ് IAS ട്രോഫികൾ വിതരണം ചെയ്തു. ടൈം ന്യൂസ്, ആലപ്പുഴ. ചമ്പക്കുളം മൂലം ജലോത്സവത്തിന് മുന്നോടിയായി നടന്ന സാംസ്കാരിക ഘോഷയാത്ര വർണ്ണാഭമായി. വിദ്യാർത്ഥികളും അധ്യാപകരും നാട്ടുകാരും ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകൾ വർണ്ണാഭമായ ഘോഷയാത്രയിൽ അണിനിരന്നു. വാദ്യമേളങ്ങളുടെയും നിശ്ചല ദൃശ്യങ്ങളുടെയും നാടൻ കലാരൂപങ്ങളുമെല്ലാം ഘോഷയാത്രയ്ക്ക് വർണ്ണപ്പകിട്ടേകി. വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും നാട്ടുകാരുമടക്കം ആയിരക്കണക്കിന് ആളുകൾ അണിനിരന്ന സാംസ്കാരിക ഘോഷയാത്ര ചമ്പക്കുളം പടിപ്പുര ക്ഷേത്രത്തിന് സമീപം സമാപിച്ചു. സമാപന സമ്മേളനം KK ഷാജു ഉദ്ഘാടനം ചെയ്തു. ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TG ജലജകുമാരി അധ്യക്ഷയായി. ജലോത്സവ സമിതി ഭാരവാഹികളായ ജോസ് കാവനാട, AV മുരളി, ജോസഫ് വല്യായ്ക്കൽ, അഡ്വക്കേറ്റ് മുട്ടാർ ഗോപാലകൃഷ്ണൻ, അജിത് പിഷാരത്ത്, ജോപ്പൻ ജോയി വാരിക്കാട്, ടോം ജോസ്, KV ജയപ്രകാശ്, ശ്രീകുമാർ കുമ്മാട്, നെടുമുടി ചമ്പക്കുളം പഞ്ചായത്ത് അംഗങ്ങളായ സ്മിത രാജേഷ്, NS കുഞ്ഞുമോൻ, സോഫിയാമ്മ, ബീന ജോപ്പൻ, തോമസ് ജോസഫ്, ഉഷ സുഭാഷ്, മറിയാമ്മ ഫിലിപ്പ്, അമ്പിളി സാബു എന്നിവർ സംസാരിച്ചു. ടൈം ന്യൂസ്, ആലപ്പുഴ. KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷന്റെ മേഖലാ കൺവെൻഷൻ ചേർത്തലയിൽ നടന്നു. എറണാകുളം, ആലപ്പുഴ ജില്ലകളിലെ പ്രവർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് മേഖലാ കൺവെൻഷൻ സംഘടിപ്പിച്ചത്. ചേർത്തല NSS യൂണിയൻ ഹാളിലായിരുന്നു കൺവെൻഷൻ. KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ മേഖലാ കൺവെൻഷൻ സംഘടിപ്പിച്ചു. എറണാകുളം, ആലപ്പുഴ ജില്ലകളിലെ പ്രവർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ചേർത്തലയിൽ മേഖലാ കൺവെൻഷൻ സംഘടിപ്പിച്ചത്. ആലപ്പുഴ ജില്ലയിലെ 16 KSRTC യൂണിറ്റുകളിലെ സംഘടനയുടെ മുഴുവൻ ഭാരവാഹികളും കമ്മിറ്റി അംഗങ്ങളും കൺവെൻഷനിൽ പങ്കെടുത്തു. ചേർത്തല NSS യൂണിയൻ ഹാളിൽ നടന്ന കൺവെൻഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PA മുഹമ്മദ് അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. സംഘടന ഒരു അതിശക്തമായ ദീർഘമായ സമരം വിഭാവനം ചെയ്യുന്നു. ഇപ്പം ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞ സന്ദർഭമാണ്. KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ നമ്മുടെ അംഗങ്ങളോ നേതാക്കളോ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് നമ്മൾ ഇന്നു കാലം വരെയും പറഞ്ഞിട്ടില്ല. അത് പറയാൻ നമ്മുടെ സംഘടന ബാധ്യസ്ഥവുമല്ല. പക്ഷേ
നമ്മളെല്ലാവരും വോട്ട് ചെയ്തു, നമുക്കൊക്കെ മനസ്സിന് തൃപ്തി തരുന്ന തരത്തിൽ റിസൾട്ട് ഉണ്ടായെന്ന് കരുതാമല്ലോ. അത്രയും നമുക്ക് ആലോചിക്കാമല്ലോ. അത്രയും നമ്മൾ ആലോചിക്കണം. ആലോചിക്കുമ്പോൾ അതിനാധാരമായ സംഭവങ്ങളുടെ കൂട്ടത്തിൽ നമ്മുടെ പെൻഷനും നമ്മുടെ ഉത്സവത്തെയും നമ്മുടെ പെൻഷൻ പരിഷ്കരണവും ഒക്കെ വരും എന്ന തിരുത്തലിൻ്റെ ഭാഗമായി അധികാരികൾ ശ്രദ്ധിക്കപ്പെട്ടാൽ അവർക്ക് നല്ലത്. സംസ്ഥാന പ്രസിഡന്റ് പി മുരളീധരൻ പിള്ള അധ്യക്ഷനായി. സംസ്ഥാന ട്രഷറർ AK ശ്രീകുമാർ, വൈസ് പ്രസിഡന്റ് JCS നായർ, സംസ്ഥാന സെക്രട്ടറി ജോസഫ് ഓടക്കാലി, ഓർഗനൈസിംഗ് സെക്രട്ടറി NS മുല്ലശ്ശേരി എന്നിവർ സംസാരിച്ചു. KSRTC പെൻഷൻ സർക്കാർ ഏറ്റെടുക്കുക, പെൻഷൻ എല്ലാ മാസവും കൃത്യസമയത്ത് വിതരണം ചെയ്യുക, DR കുടിശ്ശിക പുനഃസ്ഥാപിക്കുക, ഉത്സവബത്ത മുൻകാല പ്രാബല്യത്തോടെ അനുവദിക്കുക, KSRTC പെൻഷൻകാരോടുള്ള അവഗണന അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും കൺവെൻഷൻ മുന്നോട്ട് വച്ചു. ജില്ലാ പ്രസിഡന്റ് EB വേണുഗോപാൽ, ജില്ലാ സെക്രട്ടറി PP ജയപ്രകാശ്, ചേർത്തല യൂണിറ്റ് സെക്രട്ടറി K സുജാതൻ, ജോയിന്റ് സെക്രട്ടറി B സുദർശനൻ, ട്രഷറർ BPB ആചാരി തുടങ്ങിയവർ പങ്കെടുത്തു. ടൈം ന്യൂസ്, ചേർത്തല. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിക്ക് ആലപ്പുഴ ജില്ലയിൽ പുതിയ ആസ്ഥാനം. വ്യാപാര ഭവന്റെ ഉദ്ഘാടനം ഞായറാഴ്ച നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി നേതാക്കൾ പറഞ്ഞു. 4 നിലകളോടുകൂടി 10,000 സ്ക്വയർ ഫീറ്റോടുള്ള ബിൽഡിംഗാണ്. അവിടെ സെക്രട്ടേറിയറ്റ് ഹാൾ, എക്സിക്യൂട്ടീവ് ഹാൾ, കോൺഫറൻസ് ഹാൾ, ഓഡിറ്റോറിയം തുടങ്ങിയ അനവധി സാഹചര്യങ്ങൾ, അത് പൊതുസമൂഹത്തിനും കൂടെ ഭാവിയിൽ ഗുണം ചെയ്യുന്ന തരത്തിലാണ് നമ്മൾ ഈ ഓഫീസ് പണിതിരിക്കുന്നത്. തീർച്ചയായും അത് വ്യാപാരികൾക്ക് മാത്രമല്ല, നാട്ടിലെ സാധാരണക്കാർക്ക് സഹായം ചെയ്യുന്ന രീതിയിലായിരിക്കും. ഞങ്ങൾക്ക് കേരളത്തിൽ 1500ഓളം ഓഫീസുകളുണ്ട്. ഏറ്റവും കൂടുതൽ ഓഫീസുള്ള പ്രസ്ഥാനമാണ് ഏകോപന സമിതി. ആ ഓഫീസുകളൊക്കെ തന്നെ പ്രളയകാലത്താണെങ്കിലും കോവിഡ് കാലത്താണെങ്കിലും ഒക്കെ ജനങ്ങൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തിയ ഭവനങ്ങളാണ് മൊത്തം. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനം 23-ാം തീയതി സംസ്ഥാന പ്രസിഡന്റ് എന്ന ഞാൻ തന്നെയാണ് അത് നിർവഹിക്കുന്നത്. സംസ്ഥാനത്തിൻ്റെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലാ പ്രസിഡന്റുമാരടങ്ങുന്ന സംസ്ഥാന ഭാരവാഹികൾ എത്തുന്നുണ്ട്. ജൂൺ 23 ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. സമ്മേളനത്തിൽ 14 ജില്ലകളിൽ നിന്നുള്ള എല്ലാ സംസ്ഥാന ഭാരവാഹികളും ആലപ്പുഴ ജില്ലാ ഭാരവാഹികളും പങ്കെടുക്കും. ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും പൊതുയോഗവും അന്നേ ദിവസം തന്നെ നടക്കും. ജില്ലാ പ്രസിഡന്റ് രാജു അപ്സര, ജില്ലാ ജനറൽ സെക്രട്ടറി V സബിൻ രാജ്, ജില്ലാ ട്രഷറർ ജേക്കബ് ജോൺ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ടൈം ന്യൂസ്, ആലപ്പുഴ. കായംകുളം കോൺഗ്രസിൽ തർക്കം അവസാനിക്കുന്നില്ല. DCC പ്രസിഡന്റിന്റെ നിലപാട് അംഗീകരിക്കാനാവില്ലെന്ന് നടപടിക്ക് വിധേയനായ K പുഷ്പദാസ് പറഞ്ഞു. നടപടി തന്നോട് ആലോചിക്കാതെയാണെന്നും പുഷ്പദാസ് മാധ്യമങ്ങളോട് പറഞ്ഞു. ആലപ്പുഴ DCC പ്രസിഡന്റ് ബാബുപ്രസാദ് DCC ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ എന്നെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. എൻ്റെ അടുത്ത് ഒരു അഭിപ്രായം ചോദിക്കാതെ, എൻ്റെ വിവരം അറിയാതെയോ ചെയ്ത നടപടി അത് തെറ്റായ രീതിയിലാണ് എന്നെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. എല്ലാ കായംകുളത്ത് ഇലക്ഷൻ കഴിഞ്ഞ വേളയിൽ ലക്ഷക്കണക്കിനുള്ള രൂപകളാണ് ഇവിടുന്ന് ആരും അറിയാതെ, പാർട്ടി അറിയാതെ പിരിച്ചു കടകളിൽ നിന്ന് വിക്കലിൽ നിന്നും വാങ്ങിക്കൊണ്ടുപോയത്. അതിൻ്റെ എല്ലാം കാര്യങ്ങൾ ഞങ്ങൾ പല യോഗങ്ങളിൽ പറഞ്ഞതാണ്. ഇത് അന്വേഷിക്കണമെന്ന് പറഞ്ഞ് DC പ്രസിഡന്റ് പരാതി കൊടുക്കണമെന്ന് പറഞ്ഞ് ആരും ഇവർ പരാതി കൊടുത്തിട്ടില്ല. ആരും അറിയാതെ പല വ്യക്തികളിൽ നിന്നും 50,000 മുതൽ 25,000, 10,000, 5,000 ഒക്കെ വാങ്ങിച്ചുകൊണ്ട് പോയി അങ്ങനെ ലക്ഷങ്ങൾ ഈ ഇലക്ഷൻ്റെ ബില്ലിൽ തട്ടിപ്പടത്തിയൊരു വ്യക്തിയാണ് ഈ കബീർ. അവരെയും കൊണ്ടൊക്കെ പാർട്ടിയിൽ നിന്ന് മുന്നോട്ട് പോകാൻ ഒക്കത്തില്ല. ആ സാമ്പത്തിക ക്രമക്കേട് ഇവിടെ രസീറ്റില്ലാതെ, ഇലക്ഷൻ കമ്മിറ്റിയുടെ അനുവാദമില്ലാതെ ഒരുപാട് സ്ഥാപനങ്ങളിലും വീടുകളിലും കയറി ഒരുപാട് രൂപ കളക്ട് ചെയ്തിട്ടുണ്ട് ഈ കബീർ. എനിക്കെതിരെ ഈ സസ്പെൻഷൻ ചെയ്ത നടപടി KPCC പോലും അറിഞ്ഞിട്ടില്ല. KPCC പ്രസിഡന്റിനെ അറിയിച്ചതിന് ശേഷം വേണം തന്നെ DC ഭാരവാഹിയെ ഞങ്ങളെപ്പോലുള്ളവരെ സസ്പെൻഡ് ചെയ്യാൻ. DCC പ്രസിഡന്റ് ഏകപക്ഷീയമായി എടുത്ത നടപടിയാണിത്. അവിടെ തിരുവനന്തപുരത്ത് KPCC യോഗങ്ങൾ ആർക്കും പരാതി കൊടുത്തിട്ടില്ല. ആലപ്പുഴ DCC പ്രസിഡന്റിന്റെ നിലപാടിനെതിരെ DCC ജനറൽ സെക്രട്ടറി UDF കായംകുളം നിയോജക മണ്ഡലം കൺവീനർ കബീറിനെ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ സസ്പെൻഷനിലായ DCC ജനറൽ സെക്രട്ടറി K പുഷ്പദാസാണ് തന്നെ സസ്പെൻഡ് ചെയ്ത DCC പ്രസിഡന്റിന്റെ നിലപാടിനെതിരെ രംഗത്ത് വന്നത്. DCC ജനറൽ സെക്രട്ടറിയായി തന്നെ സസ്പെൻഡ് ചെയ്ത DCC പ്രസിഡന്റിന്റെ നിലപാട് ഏകപക്ഷീയമാണെന്ന് K പുഷ്പദാസ് ആരോപിക്കുന്നു. KPCC പ്രസിഡന്റിന്റെ അനുവാദമോ അറിവോ കൂടാതെയാണ് തന്നെ DCC പ്രസിഡന്റ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നതെന്ന് മുൻ നഗരസഭാ ചെയർമാനും നിലവിൽ UDF കൺവീനറുമായ K പുഷ്പദാസ് പറയുന്നു. DCC ഭാരവാഹികളെ സസ്പെൻഡ് ചെയ്യണമെങ്കിൽ DCC പ്രസിഡന്റിന്റെ പരാതി KPCC പ്രസിഡന്റിനെ അറിയിക്കുകയും അന്വേഷിച്ച് അത് ശരിയാണെങ്കിൽ സസ്പെൻഡ് ചെയ്യാൻ DCC പ്രസിഡന്റിന് അനുവാദം കൊടുക്കുന്ന രീതിയാണ് കോൺഗ്രസിൻ്റേത്.
KPCC തീരുമാനിക്കുന്ന KPCC ഭാരവാഹികളെയാണ് അന്വേഷണ കമ്മീഷനായി നിയമിക്കുന്നത്. ഇതൊന്നും പാലിക്കാതെയാണ് DCC പ്രസിഡന്റ് അന്വേഷണ കമ്മീഷനെ സ്വയം വെച്ചിരിക്കുന്നത്. പാർലമെന്റ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് KC വേണുഗോപാലിന്റെ തിരഞ്ഞെടുപ്പ് യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്ന വേദിയിൽ വെച്ച് UDF കൺവീനർ കബീർ വളരെ മോശമായി തന്നോട് സംസാരിക്കുകയും ചെരുപ്പ് കൊണ്ട് തന്റെ പുറത്തടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇലക്ഷൻ കമ്മിറ്റി കോർഡിനേറ്റർ INTUC സംസ്ഥാന പ്രസിഡന്റ് ചന്ദ്രശേഖരൻ നായർ, DCC പ്രസിഡന്റ് ബാബു പ്രസാദ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഉള്ള വേദിയിൽ വെച്ചാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. KCയുടെ ഇലക്ഷനെ ബാധിക്കുമെന്ന് മനസ്സിലായി താൻ പരാതിയൊന്നും പാർട്ടി നേതൃത്വത്തിന് കൊടുത്തില്ല എന്നും ഇദ്ദേഹം പറയുന്നു. UDFന്റെ പല യോഗങ്ങൾ പോലും തന്നെ അറിയിക്കാതെയായി. ഇതുകൊണ്ടാണ് പ്രതികരിക്കേണ്ടി വന്നത്. പാർലമെന്റ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട കായംകുളത്ത് പാർട്ടി അറിയാതെ ലക്ഷങ്ങൾ പിരിച്ചെടുത്ത വ്യക്തിയാണ് UDF കൺവീനർ. പാർട്ടി യോഗങ്ങളിൽ പലപ്പോഴും ഈ വിഷയം ചർച്ച ചെയ്തപ്പോൾ ഒരു നടപടിയും പാർട്ടി നേതാക്കൾ എടുത്തിട്ടില്ലെന്നും പുഷ്പദാസ് പറയുന്നു. ടൈനൂസ്, കായംകുളം. സൗഹൃദങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച സിറിയക് എബ്രഹാമിന് സ്മരണാഞ്ജലി. വയലാറിലെ സിറിയക് എബ്രഹാം എന്ന സിറിയക് സാർ ഓർമ്മയായിട്ട് 14 വർഷം. വയലാറിൽ അനുസ്മരണ സമ്മേളനവും എൻഡോമെൻ്റ് വിതരണവും. വയലാറിലെ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യമായിരുന്ന സിറിയക് എബ്രഹാം ഓർമ്മയായിട്ട് 14 വർഷം. പ്രായഭേദമില്ലാതെ വിശാലമായ സൗഹൃദ വലയം സൃഷ്ടിച്ച വേറിട്ട വ്യക്തിത്വമായിരുന്നു സിറിയക് എബ്രഹാം എന്ന സിറിയക് സാർ. വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് ജോലി രാജിവെച്ച് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിച്ച സിറിയക് എബ്രഹാം പിന്നീട് പൊതുപ്രവർത്തനത്തിൽ സജീവമായി. KSYF സംഘാടകൻ, ജനകീയാസൂത്രണ കീ റിസോഴ്സ് പേഴ്സൺ, PRC പ്രസിഡന്റ് തുടങ്ങിയ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. നിരവധി സംഘടനകളുടെ ഭാരവാഹിയായും പ്രവർത്തിച്ചിരുന്ന സിറിയക് സാർ അടിയുറച്ച ഇടത് സഹയാത്രികനായിരുന്നു. CPM ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും മന്ത്രി സജി ചെറിയാൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് മനു C. പുളിക്കൻ്റെ പിതാവാണ്. വയലാറിലെ സിറിയക് സൗഹൃദ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ അനുസ്മരണവും എൻഡോമെൻ്റ് വിതരണവും നടന്നു. വയലാർ MK കൃഷ്ണൻ സ്മാരക ഗ്രന്ഥശാല ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ സൗഹൃദ സംഘം പ്രസിഡന്റ് N. രാധാകൃഷ്ണൻ അധ്യക്ഷനായി. സെക്രട്ടറി TG വേണുഗോപൻ പിള്ള സ്വാഗതം പറഞ്ഞു. എക്സിക്യൂട്ടീവ് അംഗം TV സന്തോഷ് കുമാർ അനുസ്മരണ പ്രമേയം അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ശിവപ്രസാദ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഞങ്ങളെല്ലാം പൊതുരംഗത്ത് പ്രവർത്തനം ആരംഭിച്ച ഘട്ടത്തിലാണ് സിറിയക് സാറിനെ പരിചയപ്പെടുന്നത്. അന്ന് സിറിയക് സാറിൻ്റെ രക്തസാക്ഷി മണ്ഡലത്തിൻ്റെ ഇപ്പോൾ നമ്മുടെ തോമസ് ഡി ക്രൂസ് സാറ് താമസിക്കുന്ന വീട് സിറിയക് സാറിൻ്റെ വീടായിരുന്നു. ആ വീട്ടിൽ സാർ താമസിക്കുമ്പോഴാണ് ഞാൻ ബാലകൃഷ്ണ വക്കീലിൻ്റെ കൂട്ടത്തിൽ ഒരു സംഭാവന ശേഖരിക്കുന്നതിന് വേണ്ടി സിറിയക് സാറിൻ്റെ അടുത്ത് പോകും. അന്ന് തൊട്ടുള്ള സൗഹൃദവും ബന്ധവും സാറുമായിട്ടുണ്ട്. അപ്പോൾ സാറിനെ കുറിച്ച് ആ നിലയിൽ അറിഞ്ഞിട്ടുണ്ട്. സാറ് വളരെ സജീവമായിട്ട് പൊതുരംഗത്ത് പ്രവർത്തിച്ച ഒരാളാണ്. DYFIയുടെ ആദ്യ രൂപമായിരുന്ന KSYFൻ്റെ നമ്മുടെ ഈ പ്രദേശത്തെ പ്രധാനപ്പെട്ട ഒരു നേതാവായിരുന്നു. 95 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സാറ് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിച്ചു. അപ്പോൾ അങ്ങനെ മത്സരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സർക്കാർ ഉദ്യോഗസ്ഥരാണെങ്കിൽ അത് രാജിവെച്ചേ മതിയാണ്. സാധാരണഗതിയിൽ ഇന്നത്തെ കാലത്ത് ഒരു സർക്കാർ ഉദ്യോഗം ആരും രാജിവെക്കാൻ തയ്യാറാകും. പല പ്രധാനപ്പെട്ട പൊതുപ്രവർത്തകർ PSC പരീക്ഷ എഴുതി ജോലി കിട്ടുന്ന അവസരത്തിൽ അഡ്വൈസ് മെമ്മോ വരുമ്പോഴത്തേക്കും എനിക്ക് തന്നെ നേരിട്ട് അറിയാവുന്ന പൊതുരംഗത്ത് വളരെ സജീവമായിട്ട് പ്രവർത്തിച്ചയാണ്. അപ്പം അങ്ങനെ സാറിൻ്റെ ജോലി രാജിവെച്ചിട്ടാണ് അന്ന് 95 ഇവിടെ സാറ് മത്സരിക്കും. അത് സാറിൻ്റെ പൊതുരംഗത്തെ ഒരു രണ്ടാമത്തെ വരവാണ്. ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗം മലയാളം പ്രസംഗ മത്സര വിജയിക്കാണ് സിറിയക് എൻഡോമെൻ്റ് നൽകി വരുന്നത്. ഇക്കൊല്ലം അർഹയായ ചുനക്കര ഗവൺമെൻറ് VHSSലെ കുമാരി മെറീന സജിക്ക് എൻഡോമെൻ്റ് സമ്മാനിച്ചു. ദേവദാരു G. ദേവരാജൻ മാസ്റ്റർ പുരസ്കാരം നേടിയ ഗാനരചയിതാവ് വയലാർ ശരത്ചന്ദ്ര വർമ്മ, മാധ്യമ അവാർഡ് ജേതാവ് PV ജിജോ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. വയലാർ രാമവർമ്മ സ്കൂളിൽ നിന്ന് +2 പരീക്ഷയിൽ മലയാളത്തിന് മുഴുവൻ മാർക്ക് വാങ്ങിയ വിദ്യാർത്ഥികളെയും കത്തെഴുത്ത് മത്സര വിജയികളെയും വയലാർ പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന ബാനർജി അനുമോദിച്ചു. വയലാർ ശരത്ചന്ദ്ര വർമ്മ, PV ജിജോ, UG ഉണ്ണി, ജയലേഖ, ഡോക്ടർ AM മുഹമ്മദ് സഫിയാൻ, കുമാരി മെറീന സജി എന്നിവർ സംസാരിച്ചു. ജോയിന്റ് സെക്രട്ടറി PG സുദർശനൻ നന്ദി പറഞ്ഞു. ടൈം ന്യൂസ്, ചേർത്തല. ഹിന്ദു ഐക്യവേദി ചേർത്തല താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ദേവസ്വം ബോർഡ് സ്ഥലം പാർക്കിങ്ങിന് വിട്ടു നൽകിയതിൽ പ്രതിഷേധിച്ചാണ് ധർണാ സമരം നടത്തിയത്.
ഹിന്ദു ഐക്യവേദി ചേർത്തല താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ദേവസ്വം ബോർഡ് സ്ഥലം പാർക്കിങ്ങിന് വിട്ടു നൽകിയതിനെതിരെയാണ് ധർണ നടത്തിയത്. ചേർത്തല ദേവീക്ഷേത്രത്തിന് മുന്നിൽ നടന്ന ധർണ ഹിന്ദു ഐക്യവേദി ജില്ലാ പ്രസിഡന്റ് എൻ രാധാകൃഷ്ണ പണിക്കർ ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് പ്രസിഡന്റ് കെ പുരുഷോത്തമൻ അധ്യക്ഷനായി. ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ എസ് ചന്ദ്രശേഖരൻ, എം പ്രഗൽഭൻ, സംസ്ഥാന സമിതി അംഗം CN ജിനു, ജില്ലാ വൈസ് പ്രസിഡന്റ് PS രാജീവ്, താലൂക്ക് സെക്രട്ടറി മുരളീധരൻ, ട്രഷറർ ഷിബുലാൽ തുടങ്ങിയവർ സംസാരിച്ചു. കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അസമത്വം, കേരളത്തിലെ പിന്നോക്ക സമൂഹത്തിന് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ സംഘടിതമാണെന്ന് ഒറ്റ കാരണം കൊണ്ട് തട്ടിയെടുത്ത 12% വരുന്ന സംവരണം തട്ടിയെടുത്ത മുസ്ലിം സമൂഹം, ആ മുസ്ലിം സമൂഹം പിന്നോക്കക്കാരന്റെ അവകാശം തട്ടിയെടുത്തു എന്ന് പറഞ്ഞതിന്റെ പേരിൽ വെള്ളാപ്പള്ളി നടേശനെതിരെ ഇന്ന് പുറവിളിയായി ഇറങ്ങിയിരിക്കുക. മനസ്സിലാക്കേണ്ട കാര്യം, ആദ്യം ഇത് വെളിപ്പെടുത്തിയത് വെള്ളാപ്പള്ളി നടേശനല്ല. ഹിന്ദു ഐക്യവേദിയെ ഈ സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രമേയത്തിന് ഇത് വളരെ കൃത്യമായി അർത്ഥശങ്കയില്ലാതെ ഇത് വ്യക്തമാക്കി. ആശയത്തെ പിൻപറ്റുകയാണ് അദ്ദേഹം ചെയ്തത്. അതിന്റെ പേരിൽ അദ്ദേഹത്തെ വളഞ്ഞിട്ടാക്രമിക്കാം, അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്യാം എന്നൊക്കെയാണ് ഈ നാട്ടിലെ ഈ മതവാദികൾ ധരിച്ചിരിക്കുന്നതെങ്കിൽ ഒന്ന് മനസ്സിലാക്കണം, അതത്ര എളുപ്പമല്ല. അക്കൂട്ടത്തിൽ ഞങ്ങളുമുണ്ട് എന്ന് മനസ്സിലാക്കൂ. ടൈം ന്യൂസ് ചേർത്തല. ചേർത്തല സെന്റ് മൈക്കിൾസ് കോളേജിൽ അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചു. സംസ്ഥാന കാർഷിക ഗ്രാമവികസന ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CK ഷാജി മോഹൻ ഉദ്ഘാടനം ചെയ്തു. ചേർത്തല സെന്റ് മൈക്കിൾസ് കോളേജിൽ അന്താരാഷ്ട്ര യോഗാ ദിനാചരണം സംഘടിപ്പിച്ചു. കോളേജിലെ NCC NSS യൂണിറ്റുകളും ആലപ്പുഴ നെഹ്റു യുവകേന്ദ്രയും SS ചേഞ്ച് മേക്കേഴ്സ് ഫൗണ്ടേഷനും സംയുക്തമായിട്ടാണ് ദിനാചരണം ഒരുക്കിയത്. സംസ്ഥാന കാർഷിക ഗ്രാമവികസന ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CK ഷാജി മോഹൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ മനസ്സിന്റെ ഇത് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് മനസ്സിന്റെ ആരോഗ്യത്തിന് പറ്റുന്നത്, മനസ്സിന്റെ ആരോഗ്യത്തിന് പറ്റുന്നത് ഏക സാധനം യോഗയാണ്. ഈ യോഗ പരിശീലിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി യോഗ ഇന്റർനാഷണൽ ലെവലിൽ ഈ യോഗ കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ ബോർഡ് അപകടം എന്നൊക്കെ പറയുന്നത് വലിയ ബോഡിയാണ്. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിന്ധു S നായർ അധ്യക്ഷയായി. കോളേജ് മാനേജർ റവറൻ ഫാദർ സെലസ്റ്റിൻ പുത്തൻപുരയ്ക്കൽ, നെഹ്റു യുവകേന്ദ്ര ആലപ്പുഴ ജില്ലാ യൂത്ത് ഓഫീസർ വിവേക് ശശിധരൻ, S ശിവമോഹൻ എന്നിവർ ആശംസകൾ നേർന്നു. NCC ഓഫീസർ ലഫ്റ്റനന്റ് ആൽബിൻ ആൽബർട്ട് സ്വാഗതവും NSS പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ സീന കുര്യൻ നന്ദിയും പറഞ്ഞു. യോഗ ട്രെയിനർ S സംഗീതയുടെ നേതൃത്വത്തിലായിരുന്നു പരിശീലനം. ടൈം ന്യൂസ് ചേർത്തല. ചേർത്തല താലൂക്ക് ലൈബ്രറി കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. ചേർത്തല താലൂക്കിലെ ലൈബ്രറിയന്മാർക്ക് വേണ്ടിയാണ് ഏകദിന ശില്പശാല ഒരുക്കിയത്. ചേർത്തല താലൂക്ക് ലൈബ്രറി കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ ഏകദിന ശില്പശാല ഒരുക്കി. പുത്തനമ്പലം പെൻഷൻ ഭവനിൽ നടന്ന ശില്പശാലയിൽ സാഹിത്യകാരൻ മാലൂർ ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം G കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. തുടങ്ങിയ സമയത്ത് യാതൊരു ആനുകൂല്യങ്ങളും പ്രതീക്ഷിക്കാതെ, ഒരു സാമ്പത്തികമായ നേട്ടവും പ്രതീക്ഷിക്കാതെ രാപകല് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പണിയെടുത്ത നിരവധിയായിട്ടുള്ള ആളുകൾ. എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ 20ാമത്തെ വയസ്സിൽ ലൈബ്രറിയനാകുമ്പം ലൈബ്രറിയൻ അലവൻസ് 40 രൂപയാണ്. എനിക്ക് തോന്നുന്നു 20 രൂപയിലായിരിക്കും തുടങ്ങി. എന്താ സാറേ 20 അല്ലായിരുന്നു തുടങ്ങും, അല്ല പിന്നീട് 20 തുടങ്ങും. ഇപ്പൊ 40 രൂപയാണ് എനിക്ക് കിട്ടിയത്. 2 വർഷം ഞാൻ ലൈബ്രറിയിലായിട്ട് എൻ്റെ ലൈബ്രറി പ്രവർത്തിച്ചത്. NB രവീന്ദ്രനാഥ്, VT വിജയൻ, PV ദിനേശൻ എന്നിവർ സംസാരിച്ചു. S രാജേഷ്, S സ്തുതി, M രാധാകൃഷ്ണൻ എന്നിവർ ക്ലാസ് എടുത്തു. താലൂക്ക് സെക്രട്ടറി KP നന്ദകുമാർ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി ND ഭാസ്കരൻ നന്ദിയും പറഞ്ഞു. ടൈം ന്യൂസ് മുഹമ്മ. ചേർത്തല നഗരസഭ കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി ഗ്രന്ഥശാല സന്ദർശനം സംഘടിപ്പിച്ചു. ചേർത്തല ടൗൺ LP സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി വായനാ വാരാചരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഗ്രന്ഥശാല സന്ദർശനം സംഘടിപ്പിച്ചത്. വിദ്യാർത്ഥികൾക്ക് പുതിയ അനുഭവമായി. ചേർത്തല ഗവൺമെൻറ് ടൗൺ LP സ്കൂളിലെ കുട്ടികൾക്കാണ് നഗരസഭയിലെ ഗ്രന്ഥശാല സന്ദർശനത്തിന് അവസരമൊരുക്കിയത്. 4ാം ക്ലാസ്സിലെ 146 കുട്ടികൾ ലൈബ്രറി സന്ദർശിച്ച് പുസ്തകങ്ങളെ പരിചയപ്പെട്ടു. നഗരസഭാ അധ്യക്ഷ ഷെർലി ഭാർഗവൻ ഉദ്ഘാടനം ചെയ്തു. CDS ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് P ജ്യോതിമോൾ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ G രഞ്ജിത്ത്, വാർഡ് കൗൺസിലർ A അജി, മെമ്പർ സെക്രട്ടറി നസിയ നിസാർ, കമ്മ്യൂണിറ്റി കൗൺസിലർ കസ്തൂരി, അക്കൗണ്ടന്റ് രതിമോൾ, കമ്മ്യൂണിറ്റി ഓർഗനൈസർ ഷാരിമോൾ, മൾട്ടി ടാസ്ക് പേഴ്സൺ സുചിത്ര, ലൈബ്രറിയൻ പത്മരാജ്,
സാന്ദ്ര, സംഗീത തുടങ്ങിയവർ പങ്കെടുത്തു. ലൈബ്രറിയിൽ പുസ്തകങ്ങൾ വായിക്കാൻ എത്തും എന്നുറപ്പ് നൽകിയാണ് പല കുട്ടികളും മടങ്ങിയത്. ലൈബ്രറി സന്ദർശനത്തിന് ശേഷം കുട്ടികൾക്ക് മധുരം നൽകിയാണ് CDS ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് P. ജ്യോതിമോൾ കുട്ടികളെ യാത്രയാക്കിയത്. സ്കൂൾ പ്രധാനാധ്യാപിക സീത ടീച്ചർ, അധ്യാപകരായ ജയശ്രീ, ശ്രീകുമാർ, അരവിന്ദ് കുമാർ പൈ, ജയശ്രീ എന്നിവർ കുട്ടികൾക്കൊപ്പം ഉണ്ടായിരുന്നു. ടൈം ന്യൂസ്, ചേർത്തല. BJP കായംകുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യോഗ പരിശീലനം സംഘടിപ്പിച്ചു. അന്താരാഷ്ട്ര യോഗ ദിനാചരണത്തിന്റെ ഭാഗമായിട്ടാണ് പരിശീലനം ഒരുക്കിയത്. യോഗാചാര്യൻ ദേവാത്മ ചൈതന്യ നേതൃത്വം നൽകി. BJP കായംകുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യോഗ പരിശീലനം നടത്തി. യോഗാചാര്യൻ ദേവാത്മ ചൈതന്യ യോഗ ക്ലാസുകൾ നയിച്ചു. BJP ജില്ലാ ഉപാധ്യക്ഷ ശാന്തകുമാരി ഉദ്ഘാടനം ചെയ്തു. ആരാധ്യനായ നരേന്ദ്രമോദിജി ഇന്ത്യൻ പ്രധാനമന്ത്രി ആയതിനു ശേഷം ആദ്യത്തെ തവണ തന്നെ ജൂൺ 21 യോഗാ ദിനമായി പ്രഖ്യാപിച്ചു. അത് ലോകം മുഴുവനും ഉള്ള നേതാക്കൾ ആ യോഗയെക്കുറിച്ചുള്ള പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് യോഗാ ദിനം വളരെ പ്രാധാന്യമുള്ള ഒരു ദിവസമാക്കി കണക്കിലെടുത്തുകൊണ്ട് ലോകം മുഴുവനുള്ള എല്ലാ രാജ്യങ്ങളിലും ഇന്ന് യോഗാ ദിനമായി ആചരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് കായംകുളം മണ്ഡലത്തിൽ ഇന്ന് യോഗാ ദിനം ആചരിക്കുന്നത്. പരിശീലനത്തിൽ ക്ലാസ്സിൽ BJP മണ്ഡലം പ്രസിഡന്റ് കൃഷ്ണകുമാർ രാംദാസ് മുഖ്യപ്രഭാഷണം നടത്തി. യോഗാ ദിനാചരണത്തിൻ്റെ ഭാഗമായി നാളിതുവരെ യോഗ ചെയ്തിരുന്നിട്ടുള്ള ആൾക്കാർക്ക് യോഗയെപ്പറ്റി അടിസ്ഥാനപരമായിട്ടുള്ള ചില വിവരങ്ങൾ നൽകുകയും അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുന്നതിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുകൂടി ചെയ്യുകയാണ് ഈ യോഗാ ദിനം ആചരിക്കുന്നതിൻ്റെ ഭാഗം ലക്ഷ്യം വയ്ക്കുന്നത്. കായംകുളം മണ്ഡലത്തിൽ ഈ യോഗാ ദിനം ഉദ്ഘാടനം ചെയ്തത് ജില്ലാ ഉപാധ്യക്ഷ ശ്രീ ശാന്തകുമാരി ചേച്ചിയാണ്. മണ്ഡലം ജനറൽ സെക്രട്ടറി സദാശിവൻ, സെക്രട്ടറിമാരായ മിനി രാജൻ, ഷീജ തങ്കച്ചൻ, വിനോദ് ചാലപ്പുറം, കണ്ടല്ലൂർ സുധീർ, AR സുരേന്ദ്രൻ, ശ്രീദേവി ബിപിൻ രാജ്, അനിത ഷാജി തുടങ്ങിയവർ നേതൃത്വം നൽകി. ടൈം ന്യൂസ്, കായംകുളം. അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി മുഹമ്മയിൽ പരിശീലനം സംഘടിപ്പിച്ചു. മുഹമ്മ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന ഷാബു ഉദ്ഘാടനം ചെയ്തു. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് മുഹമ്മ പഞ്ചായത്തിൽ യോഗ പരിശീലനം സംഘടിപ്പിച്ചു. മുഹമ്മ പഞ്ചായത്തിൻ്റെയും ആയുർവേദ ഡിസ്പെൻസറിയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് യോഗ പരിശീലന പരിപാടി ഒരുക്കിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന ഷാബു ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ND റെജി അധ്യക്ഷനായി. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ PN നസീമ സ്വാഗതം പറഞ്ഞു. പഞ്ചായത്ത് അംഗങ്ങളായ നിഷ പ്രദീപ്, ഷെജിമോൾ സജീവ്, വിനോമ രാജു, കുഞ്ഞുമോൾ ഷാനവാസ്, സെക്രട്ടറി PV വിനോദ്, അസിസ്റ്റന്റ് സെക്രട്ടറി TV അശോകൻ, ആയുർവേദ ഡോക്ടർ ശശികല, യോഗ ഡെമോൺസ്ട്രേറ്റർ ഐശ്വര്യ എന്നിവർ സംസാരിച്ചു. ഒരു ഗ്രാമത്തിലെ മുഴുവൻ പേരും യോഗ പരിശീലിച്ചതിന് ദേശീയ തലത്തിൽ ഒന്നാമതെത്തിയ ഖ്യാതി കൂടി മുഹമ്മ പഞ്ചായത്തിനുണ്ട്. യോഗാ ദിനത്തോടനുബന്ധിച്ച് മുഹമ്മ ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ യോഗ പരിശീലനവും മറ്റു പരിപാടികളും നടക്കുകയാണ്. നമ്മുടെ മുഹമ്മ ഗ്രാമപഞ്ചായത്ത് ലോകത്തിലെ ആദ്യത്തെ യോഗാ ഗ്രാമമായി പ്രഖ്യാപിച്ചതിൻ്റെ ഒരു പുതുക്കൽ കൂടിയാണ് നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ നടത്തിയിട്ടുള്ള യോഗാ പ്രവർത്തനങ്ങളെന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സ്ഥിരമായി എല്ലാ ഗ്രന്ഥശാലകൾ കേന്ദ്രീകരിച്ചും അതുപോലെ തന്നെ വാർഡുകൾ കേന്ദ്രീകരിച്ചും കുടുംബശ്രീകൾ കേന്ദ്രീകരിച്ചും ഒക്കെ തന്നെ യോഗ പ്രവർത്തനം ഒരു തുടർ പ്രവർത്തനമായി തന്നെ നമ്മൾ നടന്നു പോവുകയാണ്. നമ്മുടെ കുടുംബങ്ങളിൽ ഒരാൾക്ക് പോലും യോഗ അറിയാത്തവരായി ഇല്ല എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരമായ കാര്യം. യോഗ മനുഷ്യ ശരീരത്തെയും അതുപോലെ തന്നെ ആരോഗ്യത്തെയും മറ്റ് ചിന്താശക്തിയെയും ഒക്കെ ഉണർത്തുന്ന ഒരു പ്രവൃത്തി തന്നെയാണ്. തീർച്ചയായും. ടൈം ന്യൂസ്, മുഹമ്മ ചാരമംഗലം ഗവൺമെൻറ് സംസ്കൃത ഹൈസ്കൂളിൽ യോഗാ ദിനം ആചരിച്ചു. അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിൻ്റെ ഭാഗമായി പരിശീലനവും ഒരുക്കിയിരുന്നു. മുഹമ്മ ചാരമംഗലം സംസ്കൃത ഹൈസ്കൂളിൽ അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചു. സാഹിത്യകാരനും അധ്യാപകനുമായ TV ഹരികുമാർ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് KS സേതുനാഥ് അധ്യക്ഷനായി. പ്രഥമാധ്യാപിക J ഷീല സ്വാഗതം പറഞ്ഞു. വായനാ മാസാചരണത്തിൻ്റെ ഭാഗമായി മുഹമ്മയിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകരായ ശശിധര പണിക്കർ, KS ലാലിച്ചൻ എന്നിവരെ TV ഹരികുമാർ ആദരിച്ചു. അധ്യാപകരായ T സുധാകരൻ, TK മോഹനൻ, ജ്യോതിലക്ഷ്മി, ശാലിനി, അമ്പിളി, സീമ, സൈജു എന്നിവർ സംസാരിച്ചു. തുടർന്ന് K ഐശ്വര്യ വിദ്യാർത്ഥികളെ യോഗ പരിശീലിപ്പിച്ചു. കായികാധ്യാപിക സാലിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ യോഗ ഡാൻസും അവതരിപ്പിച്ചു. ടൈം ന്യൂസ്, മുഹമ്മ. കായംകുളം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അന്താരാഷ്ട്ര യോഗാ ദിനാചരണം സംഘടിപ്പിച്ചു. 8 കേരള NCC ബറ്റാലിയൻ്റെ നേതൃത്വത്തിലായിരുന്നു ദിനാചരണം ഒരുക്കിയത്.
അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് കേരള NCC ബറ്റാലിയൻ മാവേലിക്കരയുടെ ആഭിമുഖ്യത്തിൽ കായംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ യോഗാ ദിനം ആചരിച്ചു. കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ P. ശശികല ഉദ്ഘാടനം ചെയ്തു. പക്ഷേ നമ്മുടെ കാലം ഓടുന്നതിനനുസരിച്ച് നമ്മൾ ഓടാതിരിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ യോഗാ ദിനം എന്ന് പറയുമ്പം എല്ലാവർക്കും ഇന്ന് അനിവാര്യമായ ഒരു ഘടകമായി മാറിക്കഴിഞ്ഞു. കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രായം ചെന്നവർക്കും എല്ലാവർക്കും ഒരു ഘടകമായി മാറിയതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് നമ്മുടെ ലോക യോഗാ ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ബറ്റാലിയൻ സുബേദാർ മേജർ C. മധു, PI സ്റ്റാഫ്, വിവിധ സ്കൂൾ കോളേജുകളുടെ ANOമാരും പരിപാടിയിൽ പങ്കെടുത്തു. ടൈം ന്യൂസ്, ആലപ്പുഴ. കലവൂർ കാട്ടൂർ കോർത്തുശ്ശേരി ഭഗവതി ക്ഷേത്രത്തിലെ നെയ്വിളക്കർച്ചന ഭക്തിസാന്ദ്രമായി. നാടിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള നൂറുകണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു. കാട്ടൂർ കോർത്തുശ്ശേരിയിൽ ഭഗവതി ക്ഷേത്രത്തിലെ നെയ്വിളക്കർച്ചന ഭക്തിസാന്ദ്രമായി. കുടുംബൈശ്വര്യത്തിനായി വ്രതം നോറ്റ് നെയ്യൊഴിച്ച് വിളക്ക് തെളിച്ച പുഷ്പങ്ങൾ അർപ്പിക്കുന്ന ചടങ്ങാണിത്. നെയ്വിളക്ക് അർച്ചനയ്ക്ക് ഡോക്ടർ അശ്വതി മനോജ് ഭദ്രദീപം തെളിച്ചു. ഇവിടെ വന്ന് ദേവിയെ കാണുകയും അർച്ചന സമർപ്പിക്കുകയും ഒക്കെ ചെയ്ത് എനിക്കിപ്പോൾ നിങ്ങളെ കാണിക്കേണ്ടത് എൻ്റെ ദേഹമാസകല ഒരു റെഡ് പാച്ചസ് ആയി ഒരു 5 ദിവസം ഞാൻ അഡ്മിറ്റ് ഒക്കെ ആയതാ. അപ്പോൾ ഇപ്പോൾ എനിക്ക് കാണിക്കാൻ ഒരു പാട് പോലും ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇല്ല. അപ്പോൾ അതെല്ലാം മാറ്റി തന്നത് ദേവി തന്നെയാണ്. അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് ഇവിടെ നെയ്വിളക്ക് അർച്ചന ചെയ്ത് നിങ്ങൾ ഓരോരുത്തരും മനമുരുകി ദേവിയോട് പ്രാർത്ഥിക്കുന്ന എല്ലാ ആഗ്രഹങ്ങളും നിങ്ങൾക്ക് ദേവി സാധിച്ചു തരട്ടെ എന്ന് നിങ്ങളോടൊപ്പം നിന്ന് ഞാൻ മനമുരുകി പ്രാർത്ഥിക്കുകയാണ്. ക്ഷേത്ര മേൽശാന്തി മനു പ്രസാദ്, ദേവസ്വം പ്രസിഡന്റ് മോഹൻദാസ് പണിക്കർ, അജയ് ഘോഷ്, സുപ്രദാസ്, അഖിൽ ശാന്തി എന്നിവർ പങ്കെടുത്തു. ടൈം ന്യൂസ്, കലവൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ തീരുമാനം. മന്ത്രിയുടെയും MPയുടെയും MLAയുടെയും സാന്നിധ്യത്തിൽ ചേർന്ന യോഗമാണ് ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തത്. നീറ്റ് UGC പരീക്ഷാ ക്രമക്കേട് കോടതിയുടെ മേൽനോട്ടത്തിൽ CBI അന്വേഷിക്കണമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. വിഷയത്തിൽ പ്രതിപക്ഷം കൂട്ടായി ആലോചിച്ച് തുടർ നടപടി സ്വീകരിക്കുമെന്നും KC വേണുഗോപാൽ. പമ്പയാറ്റിൽ ആവേശമെതറി ചരിത്ര പ്രസിദ്ധമായ ചമ്പക്കുളം മൂലം വള്ളംകളി. 6 ചുണ്ടൻ വള്ളങ്ങൾ ഉൾപ്പെടെ 8 വള്ളങ്ങൾ ജലോത്സവത്തിൽ മാറ്റുരച്ചു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകും. നമസ്കാരം.